എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടേക്കൊക്കെ ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ ഒടുക്കത്തെ മടിയെന്നാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എസ്കോട്ട് കൂട്ടിയിട്ട് ഞാൻ എവിടേക്കും പോകാറുള്ളത്. നാണം പ്ലസ് മടി എക്സ്ട്രീം ലെവലായതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും കൂടി പന്തലിട്ട് വീടിന്റെ പുറകു വശത്ത് കൂടെയാണ് കേട്ടോ പോയത്. എന്നാൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലോ ഒരു അരമണിക്കൂർ ഇരുന്ന് വെട്ടി വിഴുങ്ങിയാലും നാണത്തിന്റെ നാ പോലെ എൻ്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ തന്നെ മനസ്സിൽ വിചാരിക്കും, ഇങ്ങനെ നിറം മാറാൻ ഞാനെന്താ ഓന്തോന്ന്. അത്ര നേരം ഉണ്ടായിരുന്ന മടിയെന്നാണോന്ന് അപ്പോഴുണ്ടാവൂലേ. ആര് നോക്കിയാലും പ്രശ്നമില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും പ്രശ്നമില്ല. അയ്യോ, ഇതുവരെ പരിപാടി എന്താന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മൾ താമസിക്കുന്ന വീടാണത്, ആ ടാർപ്പായി കീറിയ വീട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞിൻ്റെ പാലുകൂടിയാണ് ഇന്ന്. ഇല്ല, വടകര ഭാഗത്ത് പാലുകൂടി എന്നാണ് പറയുക, നമ്മൾ 28 എന്ന് പറയും, 100 എന്നൊക്കെ പറയും. അപ്പോൾ അതിന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ആൺകുട്ടിയായിരുന്നേ. അപ്പോൾ മോന് ഞാൻ ട്രൗസറും കുപ്പായൊക്കെ വാങ്ങിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മറന്നുപോയി. അപ്പോൾ നമ്മളിത് അവിടെ എത്തി. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 50-60 പേരുടെ പരിപാടിയായിരുന്നേ. അപ്പോൾ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇത് നമ്മുടെ പാറുക്കുട്ടിയാണ് കേട്ടോ, നമ്മുടെ പാർവണ. നല്ല പേരല്ലേ പാർവണ, നല്ല സുന്ദരി മോളാണ് കേട്ടോ അവള്. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വയനാടൊക്കെ ആണെങ്കിൽ വയനാട് ബിരിയാണിയും നോൺ വെജ് ഒക്കെ ഉണ്ടാവും. 28 നൂലുകെട്ടാണെങ്കിലും പിറന്നാളാണെങ്കിലും ഒക്കെ ആണെങ്കിലും. പക്ഷെ നമ്മുടെ നിലമ്പൂർ ഭാഗത്തുണ്ടല്ലോ വല്ലാത്തൊരു ഇതാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓണത്തിന് ഇല്ല, ഫുള്ള് വെജായിരിക്കും. അതുപോലെ തന്നെ 28 ബർത്ത്ഡേ ഒക്കെ വെജായിരിക്കും. എനിക്ക് മടുത്ത്. ഇവിടെ ആണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്ത് പരിപാടിക്കും നോൺ വെജ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ ക്ഷണിച്ചതുകൊണ്ട് തന്നെ ഞാൻ അപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഞാൻ എന്തായാലും പോകുന്നത്. പിന്നെ നമ്മളിവിടെ വാടകയ്ക്ക് വന്നിട്ട് ആകെ 6-7 മാസമായിട്ടേ. ഞാൻ ഇവിടെയുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷെ ആരെന്ത് പരിപാടി വന്നാലും ഞാൻ പോകും കേട്ടോ. അപ്പൊ ചേട്ടൻ പറയും, നിനക്ക് ഒരു മടിയില്ല, ആരെങ്കിലും എന്തെങ്കിലും പരിപാടി പറയുമ്പോൾ അപ്പത്തേക്ക് ഓടി പുറപ്പെടാന്ന്. അപ്പൊ ഞാൻ പറയും, അല്ല നിങ്ങൾ തന്നെ പറ, അവർ ക്ഷണിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇപ്പം എന്താ മോശം? അവർ ക്ഷണിക്കാണ്ട് പോയാലല്ലേ അതിൽ മോശക്കേടുള്ളൂ. പിന്നെ അധികം സംസാരിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരായതുകൊണ്ട് മോനുണ്ടെങ്കിൽ മോനെ കൂട്ടി പോകും, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചേച്ചിമാരുടെ കൂടെ പോകും കേട്ടോ. നമ്മൾ വരുത്തന്മാരായിട്ടാണ് വന്നതെങ്കിലും ആദ്യം താമസിച്ച 2 സ്ഥലത്ത് ഇപ്പൊ എവിടെയും ഇഷ്ടം പോലെ പരിചയക്കാരായി. ബിരിയാണിയും സാദാ ചോറുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ സാദാ ചോറും സാമ്പാറും നല്ല മീൻകറിയും അവിയലും പച്ചടിയും പപ്പടവും അച്ചാറും പിന്നെ ഒരു ചിക്കൻ്റെ ഫ്രൈ ഇല്ലേ, അതും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് അത് മുഴുവൻ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈയിലുണ്ടായിരുന്ന കുറേ കക്കരിക്കയും ക്യാരറ്റും അതും തിന്നു. അങ്ങനെ ഇല വട്ടിച്ച് ക്ലീനാക്കി. അപ്പോഴത്തേക്കും ലീനേച്ചും പ്രേമിച്ചും എണീച്ച് പോയിട്ടുണ്ടായിരുന്നു. അവരെന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ കഴിച്ച് കഴിയുന്നവരെ. അങ്ങനെ പായസം കൂടെ കുടിക്കാൻ വയറ്റിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയിച്ച് മോന് സ്കൂൾ വിട്ട് വന്നിട്ട് അവന് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ നേരെ വീട്ടിൽ പോയി. പോയ പോലെ തന്നെയാണ് കേട്ടോ തിരിച്ചു വന്നത്. വീടിൻ്റെ പുറകുവശത്ത് കൂടെ തന്നെ വന്ന വഴി നമ്മൾ മറക്കരുതല്ലോ. അങ്ങനെ ഇതാ വേഗം വീട്ടിലെത്തി കസേരയിലങ്ങിരുന്നു. അയ്യോ, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ പായസം കുടിച്ചിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഒന്ന് കിടക്കണം.